മറിയക്കുട്ടി ചേട്ടത്തിക്ക് റേഷൻ കടക്കാരൻ അരി നിഷേധിച്ചു എന്നൊരു വാർത്ത ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയാണ്. മറിയക്കുട്ടി ചേട്ടത്തിനെ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ചട്ടി മറിയ എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ കൂടുതൽ ആളുകളും അറിയുകയുള്ളൂ. ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് 200 ഏക്കറിൽ താമസിക്കുന്ന ഈ മറിയക്കുട്ടി ചേട്ടത്തി ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വനിതാ രത്നമായി തന്നെ മാറിയിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് വനിതകളുടെ ഒരു സമ്മേളനമുണ്ടായിരുന്നു. അതിൽ പ്രധാനമന്ത്രിയോടൊപ്പം ആ വേദിയിൽ ഇരിക്കുവാൻ ഒരവസരം ലഭിച്ച ഒരാളാണ് ഈ മറിയക്കുട്ടി ചേട്ടത്തി. അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട മറിയക്കുട്ടി ചേട്ടത്തി പ്രധാനമന്ത്രിക്കൊപ്പമുള്ള വേദിയിൽ പോലും ഇരിക്കുവാൻ അവർക്ക് അവസരം ലഭിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ ഒരു പിച്ചച്ചട്ടിയുമായി തെരുവിലിറങ്ങി സമരം ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഈ മറിയക്കുട്ടി ചേട്ടത്തിക്ക് തനിക്ക് പെൻഷൻ ലഭിച്ചില്ല. ഏതാണ്ട് 6-7 മാസത്തോളം പെൻഷൻ ലഭിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെ ഭവനത്തിൽ വലിയ ദാരിദ്ര്യമായിരുന്നു. മറിയക്കുട്ടി ചേട്ടത്തിക്ക് മാത്രമല്ല കേരളത്തിലുള്ള ആർക്കും തന്നെ വിധവമാരായിട്ടുള്ളവർക്കും വാർദ്ധക്യത്തിലുള്ളവർക്കും പെൻഷൻ ലഭിച്ചില്ല 7 മാസം തുടർച്ചയായിട്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്തത് മറിയക്കുട്ടി ചേട്ടത്തിയാണ്. അവർ അതിന് ഒരു ചട്ടി ഒരു മൺചട്ടി വാങ്ങിക്കുകയും അടിമാലി ടൗണിലും മറ്റ് പ്രാന്തപ്രദേശങ്ങളിലും പോലീസ് സ്റ്റേഷനിലുമൊക്കെ പോയി പിച്ചയെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പിച്ചയെടുക്കുന്നത്? ഞങ്ങൾക്ക് കഴിക്കാൻ ആഹാരമില്ല, മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ല. എന്താണ് കാരണം? ഞങ്ങളുടെ മുഖ്യമന്ത്രിയും സർക്കാരും ഞങ്ങൾക്ക് ഇത്ര മാസങ്ങളായി പെൻഷൻ തരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് പോകാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഈ രീതിയിൽ ഞങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും? ഞങ്ങൾക്ക് യാതൊരു വിധമായ നിവൃത്തിയുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിച്ചച്ചട്ടി എടുത്തത്. എന്നാൽ ഈ മറിയക്കുട്ടി ചേട്ടത്തിയോടൊപ്പം തന്നെ മറ്റൊരു അന്നക്കുട്ടി ചേട്ടത്തിയും പിച്ചച്ചട്ടി എടുത്ത് തെരുവിലേക്ക് ഇറങ്ങിയിരുന്നു. എന്നാൽ ഈ അടുത്ത നാളുകൾ അവർ നിര്യാതയായി എന്നുള്ള വാർത്ത നമ്മൾ കേട്ടു. മറിയക്കുട്ടിക്ക് അരിയുമില്ല, റേഷൻ കടക്കാരൻ അരി നൽകിയില്ലെന്ന് പരാതി. അതുമാത്രമല്ല, റേഷൻ കടക്കാരൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. BJP-ക്കാരുടെ കടയിൽ പോകാൻ പറഞ്ഞു. ആരോപണം, അതായത് ഈ ആരോപണം അടിമാലി ARD 117 നമ്പർ കടയ്ക്കെതിരെയാണ്. ഈ കടക്കാരൻ ഇപ്രകാരം പറഞ്ഞത്രേ, നിങ്ങൾ BJP-ക്കാരുടെ കടയിലേക്ക് പോകൂ, ഇവിടെ നിങ്ങൾക്ക് തരാൻ റേഷൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതെന്തായാലും ഒരു റേഷൻ കടക്കാരൻ ഇത്രയും പ്രായമായ വാർദ്ധക്യമുള്ള ഒരു മാതാവിനോട് ഇപ്രകാരം പറഞ്ഞുവെങ്കിൽ അത് തീർത്തും തെറ്റായ ഒരു നടപടിയാണ്. ഞാൻ ഈ മറിയക്കുട്ടി ചേട്ടത്തിയെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷം പേര് കണ്ട വീഡിയോ ആണത്. ഞാൻ അവരുടെ ഭവനത്തിൽ പോവുകയും അവരുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കുകയും അവരോട് സംസാരിക്കാനായിട്ടുള്ളൊരു അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻപേ കോൺഗ്രസ്സുകാരിയായിരുന്ന ഇവർ, കോൺഗ്രസ്സാണ് അവർക്ക് ഭവനം വെച്ച് കൊടുത്തത്. എന്നാൽ ഇപ്പോൾ അവർ BJP ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതും ഒരു വലിയ വിവാദത്തിന് കാരണമായി തീർന്നു. കോൺഗ്രസ് പാർട്ടിക്കാർ വെച്ച് കൊടുത്ത ഭവനത്തിൽ നിന്നുകൊണ്ട് തന്നെ BJP-യിലേക്ക് മാറിയത് അതൊരു വലിയ വിവാദത്തിന് കാരണമായി തീർന്നു. എന്താണ് അവരെ BJP-യിലേക്ക് മാറിയതിനുള്ള കാര്യങ്ങളൊന്നും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ലെങ്കിലും ഇത്രയും പ്രായമായ ഒരു സ്ത്രീയെ അവർക്ക് റേഷൻ വരെ നിഷേധിക്കുക എന്ന് പറയുന്നത് ഇത് മനുഷ്യത്വത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റവും ഭരണഘടന ലംഘനവുമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രായമായ ആളുകളോട് മാന്യമായി പെരുമാറേണ്ടതിന് പകരം അവർക്ക് ഗവൺമെൻറ് നൽകുന്ന ആനുകൂല്യങ്ങളെ നിഷേധിക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്യുന്ന ഈ സമീപനം ഇത് ശരിയായൊരു നടപടിയല്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ റേഷൻ കട നടത്തുന്ന ആളുകൾക്കെതിരെ ശക്തമായ ഒരു നടപടി എടുക്കണം എന്ന്
വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒരു അഭിപ്രായം ഉയർന്നു വരികയാണ്. വളരെ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ നടത്താനായിട്ട് മറിയക്കുട്ടി ചേട്ടത്തിയുടെ നേതൃത്വത്തിൽ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും ഇത്തരം സമീപനങ്ങളെ വെച്ച് പുലർത്താൻ കഴിയുന്നതല്ല. അതുമാത്രമല്ല, മനുഷ്യത്വത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് ഇതിനെ ചിത്രീകരിക്കപ്പെടുന്നത്.